4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത്തവണ വാർഷികാഘോഷങ്ങളില്ല. ലോകമാകെയും അതിൻ്റെ ഭാഗമായി കേരളവും കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള യുദ്ധമുഖത്താണ്. ഇതുവരെ കേരളം വിവിധ മേഖലകളിൽ ആർജിച്ച പുരോഗതിയുണ്ട്. അതുതന്നെയാണ് കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് തുണയായത്. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും 4 വർഷത്തിനകം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തടസ്സങ്ങൾ ധാരാളമായിരുന്നു. തുടരെ വന്ന പ്രകൃതിക്ഷോഭം, മഹാമാരികൾ കേരളത്തിൻ്റെ വികസന രംഗത്തെ സാധാരണ നിലക്ക് വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കേണ്ടതാണ്. പക്ഷേ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ വികസന രംഗം തളർന്നില്ല എന്നത് തന്നെയാണ്. 2017 നവംബർ അവസാനമാണ് ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. 2018 മെയ് മാസമായപ്പോൾ നിപ്പ വൈറസ് ബാധയുണ്ടായി. 2 ദുരന്തങ്ങളെയും അതിജീവിക്കുന്നതിനായി ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. 2018 ആഗസ്റ്റിൽ വന്ന പ്രളയം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമെന്ന നിലക്ക് എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. നമ്മുടെ വികസന പ്രതീക്ഷകൾക്കും കുതിച്ചുചാട്ടത്തിനും സ്വാഭാവികമായും അത് വിഘാതം സൃഷ്ടിച്ചു. എന്നാൽ ആ ഘട്ടത്തിൽ ലോകത്താകെയുള്ള കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. പ്രളയ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാൻ നമ്മൾ ഒത്തുചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത വർഷം വീണ്ടും പ്രളയം വന്നത്, കാലവർഷക്കെടുതി. അതുണ്ടാക്കിയ ദുരന്തം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നാം തുറന്നുകൊണ്ടിരിക്കെ ഇപ്പോഴിതാ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് COVID-19 രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇതിനെയെല്ലാം അതിജീവിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ് എന്നത്. എന്നാൽ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകും വിധം വ്യത്യസ്ത മേഖലകളിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുക.
4 വർഷവും വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തോടൊപ്പം ദുരന്ത നിവാരണം എന്ന സുപ്രധാന ചുമതല കൂടി ഏറ്റെടുക്കേണ്ടി വന്നു എന്നതാണ് നമുക്കുണ്ടായ അനുഭവം. ഓരോ വർഷവും പുതിയ പ്രതിസന്ധിയോട് നേരിട്ടുകൊണ്ടാണ് പൊരുതിയാണ് നാം കടന്നു വന്നത്. എന്നാൽ ഒരു ഘട്ടത്തിലും നാം പകച്ചു നിന്നില്ല. ലക്ഷ്യങ്ങളിൽ നിന്ന് തെന്നി മാറിയിട്ടുമില്ല. നമ്മുടെ ജനങ്ങളുടെ ഒരുമയും സാഹോദര്യവുമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രധാന ശക്തി സ്രോതസ്സായി മാറിയത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ചിലർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞ് താൽക്കാലികമായി കബളിപ്പിച്ച് വോട്ട് നേടാനുള്ളൊരു അഭ്യാസം മാത്രമാണ്. അതിൻ്റെ ഭാഗമായാണ് ചിലർ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതല്ല എന്ന് തുറന്നു പറയുന്ന അവസ്ഥ തന്നെ ഉണ്ടായത്. എന്നാൽ എല്ലാവർക്കും അറിയാം, LDFൻ്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. ജനങ്ങളോട് എന്താണോ പറയുന്നത് അത് നടപ്പാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ 4-ാം വർഷം പൂർത്തിയായി. 4-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ദിവസങ്ങൾക്കകം തന്നെ പ്രസിദ്ധീകരിക്കും. ഇത്തരത്തിൽ സുതാര്യമായ ഭരണനിർവഹണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സവിശേഷതയാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഹരിതാഭയുമുള്ള നവകേരളത്തിൻ്റെ സൃഷ്ടിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് നേടാനായി 4 സുപ്രധാന മിഷനുകൾ നേരത്തെ ആരംഭിച്ചു. ഇപ്പോൾ ലൈഫ് മിഷനിലൂടെ 2,19,154 വീടുകൾ നിർമ്മിക്കാനായി. അതിൻ്റെ അർത്ഥം 2,19,154 കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള പാർപ്പിടം ലഭ്യമായി എന്നതാണ്. ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് പാർപ്പിട സമുച്ചയങ്ങൾ ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാണഭയമില്ലാതെ അന്തിയുറങ്ങാൻ 2,450 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതി ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ
മികച്ചൊരു നേട്ടമായി തന്നെയാണ് കാണുന്നത്. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് 5 വർഷത്തിനിടെ 2 ലക്ഷം പട്ടയം നൽകുമെന്നായിരുന്നു. ഇതേവരെയുള്ള നില പരിശോധിച്ചാൽ 1,43,000 പട്ടയം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച തടസ്സമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാകുന്നതിന് വിഷമമുണ്ടാക്കിയത്. എന്നാൽ 35,000 പട്ടയം കൂടി ഈ വർഷം തന്നെ നൽകാൻ കഴിയും. ഒഴുക്ക് നിലച്ചുപോയ പുഴകളെ 390 കിലോമീറ്റർ നീളത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിത കേരള മിഷൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതിലെടുത്തു പറയത്തക്ക ഒന്നാണിത്. കിണറുകൾ, കുളങ്ങൾ, തോടുകൾ, ജലാശയങ്ങൾ ഇതെല്ലാം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 546 പുതിയ പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചു. പരിസ്ഥിതി സംരക്ഷണം കേരളീയൻ്റെ ജീവിതചര്യ തന്നെയാക്കാൻ ഹരിത കേരള മിഷനിലൂടെ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. ഗ്രീൻ പ്രോട്ടോക്കോൾ ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്നു. കോവിഡ്-19 പ്രതിരോധിക്കാൻ കരുത്ത് നൽകിയ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർദ്രം മിഷൻ. നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആർദ്രം മിഷൻ നടപ്പാക്കിയതിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ലാബ്, ഫാർമസി, സജീവമായ OP-കൾ, സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഇതെല്ലാം ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിപ വൈറസ് ഉയർത്തിയ ഭീഷണി നേരിടുക മാത്രമല്ല നമ്മൾ ചെയ്തത്. അത്തരം പ്രശ്നങ്ങളെ നേരിടാൻ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം നേരിട്ട ദുരന്തങ്ങൾ ചെറുതല്ല. സംസ്ഥാനത്തിന് ചെലവുകൾ വർദ്ധിച്ചതേയുള്ളൂ ഇതിൻ്റെ ഭാഗമായി. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞതിനേക്കാൾ 2019-20 15% വർധനവ് ചെലവുകളിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അർഹമായ സഹായം ലഭ്യമാകേണ്ടത്. അത്തരത്തിൽ അർഹമായ സഹായം ലഭ്യമാകുന്നില്ല എന്നത് ഗുരുതരമായ അവസ്ഥയാണ്. അതിനെ മറികടക്കാൻ തനതായ വഴികൾ കണ്ടെത്തൽ മാത്രമേ മാർഗമുള്ളൂ. ബജറ്റിന് പുറത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കാനായി
ധനസമാഹരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഫ്ബി പുനഃസംഘടിപ്പിച്ചത്. 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തി നടപ്പാക്കാനാണ് നാം ഉദ്ദേശിച്ചത്. കിഫ്ബി നമ്മുടെ പുനരുജ്ജീവനത്തിൻ്റെ തനതു വഴിയാണ്. ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത 54,391 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് കിഫ്ബി ഇതുവരെ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ബജറ്റിന് പുറത്തുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായി മസാല ബോണ്ടുകൾ വഴി 2,150 കോടി രൂപ സമാഹരിക്കാൻ നമുക്കായി. കിഫ്ബി മുഖേന നമുക്ക് സാധാരണ വികസനത്തിൻ്റെ 5 ഇരട്ടി മുന്നേറ്റമുണ്ടാക്കാനാണ് സാധിക്കുന്നത്. നാം വളർത്തിയെടുത്തത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നവകേരള സംസ്കാരമാണ്. ഈ കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് കമ്മ്യൂണിറ്റി കിച്ചണുകൾ നാടാകെ ആരംഭിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷേമ പദ്ധതികളുടെ കുടക്കീഴിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒരു താരതമ്യം നടത്തിയാൽ കഴിഞ്ഞ ഗവൺമെൻറ് 2011-16 കാലത്ത് ക്ഷേമ പെൻഷന് വേണ്ടി വിനിയോഗിച്ചത് 9,270 കോടി രൂപയായിരുന്നു. എന്നാൽ 9,270 കോടിയുടെ സ്ഥാനത്ത് 23,409 കോടി രൂപയാണ് സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷനായി നൽകിയത്. ഓർക്കേണ്ടത് 4 വർഷവും 5 വർഷവും തമ്മിലുള്ള താരതമ്യമാണിത് എന്നാണ്. 23,409 കോടി രൂപ 4 വർഷം കൊണ്ട് തന്നെ വിതരണം ചെയ്തിരിക്കുന്നു. കോവിഡ് കാലത്ത് ഒരു പെൻഷനും ലഭിക്കാത്ത ആളുകൾക്ക് 1,000 രൂപ വീതം നൽകാനും സർക്കാർ തീരുമാനിച്ചു. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി അരി, പലവ്യഞ്ജന കിറ്റ് തുടങ്ങിയവ നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും പട്ടിക വിഭാഗങ്ങൾക്കും അർഹിക്കുന്ന പരിഗണന നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് രൂപീകരിച്ചു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ, ഷീ ലോഡ്ജ് ശൃംഖല, പോലീസിൻ്റെ പിങ്ക് പെട്രോൾ, ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി തന്നെയുള്ള പ്രത്യേക ഇടപെടലുകളായിരുന്നു. പോലീസിൽ വനിതാ പ്രാതിനിധ്യം 25% കാണുന്നത്. വനിതകളുടെ പോലീസ് ബറ്റാലിയൻ, കമാൻഡോ പ്ലാറ്റൂണുകൾ ഇവയെല്ലാം രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ 100 ഫയർ വിമൺ നിയമനം നൽകുന്നത്
ആദ്യമായിട്ടാണ്. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ മെച്ചപ്പെട്ട തോതിലാണ് കുട്ടികളുടെ വർധനവുണ്ടായത്. 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി കടന്നു വരുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് 4752 സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി. 14,000 സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ്, 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി. 141 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതം, 395 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം, 444 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം. എയ്ഡഡ് മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് ചാലഞ്ച് ഫണ്ട്, 52 വിദ്യാലയങ്ങൾക്ക് നബാർഡ് സ്കീമിൽ 104 കോടി. ഈ ഘട്ടത്തിൽ ആശാ വർക്കർമാർ, അംഗൻവാടി, കൃഷി, പ്രീ സ്കൂൾ ടീച്ചർമാർ, ഹെൽപ്പർമാർ, സ്കൂൾ പാചകക്കാർ, ഇവരുടെ എല്ലാം വേതനവും ഇൻസെൻറ്റീവും ഉയർത്താനായി. കുടുംബശ്രീക്ക് റെക്കോർഡ് വളർച്ചയാണ് ഈ ഘട്ടത്തിലുണ്ടായത്. പട്ടികജാതി കടാശ്വാസ പദ്ധതിയിൽ 43,136 പേരുടെ കടം എഴുതിത്തള്ളി. പോലീസിലും എക്സൈസിലും 100 വീതം പട്ടികവർഗക്കാരെ നിയമിച്ചു. ആദിവാസി ഊരുകളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഇത്തരത്തിൽ എണ്ണമറ്റ പുതിയ ഇടപെടലുകളാണ് ഈ മേഖലയിലെല്ലാം നടന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ തൊഴിലെടുക്കുന്നവർ, അവരെ അതിഥി തൊഴിലാളികളെന്നാണ് നാം വിളിച്ചത്. കോവിഡ് കാലത്ത് തൊഴിലില്ലാതെ തെരുവാധാരമായ അവരെ സംരക്ഷിക്കാനും ഭക്ഷണം നൽകാനും ആവശ്യമായ വൈദ്യസഹായം എത്തിക്കാനും തിരികെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും കേരളം എടുത്ത മുൻകൈ ലോകപ്രശംസ പിടിച്ചു പറ്റിയതാണ്. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പാർപ്പിട സൗകര്യം അപ്നാഘർ നിർമ്മിച്ചതും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതും നാം ഒരു ചുവട് മുൻപേ നടക്കുന്നുവെന്നാണ് തെളിയിച്ചത്.
കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് മൊത്തം 21,566 ക്യാമ്പുകളാണ് അതിഥി തൊഴിലാളികൾക്കായി സജ്ജീകരിച്ചത്. ഈ ക്യാമ്പുകളിലായി 4,16,917 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. സ്വദേശത്തേക്ക് മടങ്ങിയവർ ഒഴികെയുള്ള എല്ലാവരും ഈ ക്യാമ്പുകളിൽ സുരക്ഷിതരായി കഴിയുന്നു. ഇതുവരെ 55,717 തൊഴിലാളികൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും എല്ലാ ഘട്ടത്തിലും ശ്രദ്ധ ചെലുത്താൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ മേഖലയിലും മിനിമം വേതനം പുതുക്കി. അസംഘടിത തൊഴിലാളികൾക്കും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും വേതന സുരക്ഷ ഉറപ്പാക്കി. ഇത്തരത്തിൽ വിപുലമായ സുരക്ഷ തൊഴിലാളികൾക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞത് ഈ പൊതുനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. തോട്ടം മേഖലയ്ക്ക് പ്രത്യേക പാക്കേജും നൽകാനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അർഹരായ ആളുകൾക്ക് ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങൾ പാലിച്ച് ലഭ്യമാക്കുക, അതിനാണ് സർക്കാർ ഊന്നൽ നൽകിയത്. അപേക്ഷകൾ ഓൺലൈനായി നൽകാം. ചികിത്സാ സംബന്ധമായ റിപ്പോർട്ട് തേടലടക്കമുള്ള നടപടികൾ ഓൺലൈനിൽ പൂർത്തിയാക്കാം. അനുവദിക്കുന്ന പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിച്ച് സഹായതുകയിൽ വർധനവ് വരുത്താം എന്നാണ് കണ്ടത്. ഈ സർക്കാർ വന്നതിന് ശേഷം ദുരിതാശ്വാസ നിധിയുടെ വിതരണത്തിൽ വന്ന കാതലായ മാറ്റം ആരുടെയും സഹായം തേടേണ്ട കാര്യമില്ല. ഓൺലൈനിലൂടെ അപേക്ഷ നൽകി സഹായം നേടാനാകുമെന്നാണ്. ദുരിതമനുഭവിക്കുന്നവർക്കാണ് സഹായം. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ നാം മുൻതൂക്കം നൽകിയത് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായിരുന്നു. അപകടമേൽക്കൂരയുള്ള കിടപ്പാടത്തിൽ ജീവൻ പണയം വെച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് അടച്ചുറപ്പുള്ള പാർപ്പിടം നൽകാനും ഈ നിധിയിൽ നിന്ന് നാം തുക വിനിയോഗിക്കുന്നുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെ മനസ്സ് നിറഞ്ഞ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ മുന്നോട്ട് വരുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു വലിയ സംഭാവന, അതിലൊന്ന് കേരള ബാങ്ക് രൂപീകരണം തന്നെയാണ്. നമ്മുടെ
അതിജീവനത്തിൻ്റെ പാതയിലെ മുതൽക്കൂട്ടായിരിക്കും ഈ ബാങ്ക്. ഇത് നടപ്പാവില്ലെന്ന് പറഞ്ഞവരുണ്ട്, അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. അത്തരക്കാരുടെ മോഹങ്ങളെയെല്ലാം അപ്രസക്തമാക്കിയാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ പ്രവാസികൾക്കും സാധാരണ ജനങ്ങൾക്കും താങ്ങായി കേരള ബാങ്ക് ഇടപെടുകയാണ്. കാർഷിക വ്യാവസായിക രംഗത്ത് നൂതന ആശയങ്ങൾക്കും പദ്ധതികൾക്കും കേരള ബാങ്ക് ശക്തി പകരും. ഇടപാടുകാർക്ക് കുറഞ്ഞ ചെലവിൽ സേവനം നൽകാനും ഉയർന്ന നിരക്കിൽ കാർഷിക വായ്പ നൽകാനും കഴിയും. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് കേരള ബാങ്കായിരിക്കും. സ്റ്റാർട്ടപ്പുകൾക്ക് അനുയോജ്യമായ അന്തരീക്ഷമൊരുക്കുന്നതിൽ നമ്മുടെ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2018 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിങ്ങിൽ ടോപ്പ് പെർഫോമറായി തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. സ്റ്റാർട്ടപ്പുകൾ 2016 ഉണ്ടായിരുന്നത് 300 എണ്ണമാണ്. ഇപ്പോഴത് 2200 വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 1600-ലധികം സ്റ്റാർട്ടപ്പുകൾ, 2 ലക്ഷത്തിലധികം ഇൻക്യുബേഷൻ സ്പേസുകൾ ഇന്ന് കേരളത്തിലുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ നിക്ഷേപം 2,20,00,000 നിന്ന് 875 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും അനുകൂലമായ ഭൗതികവും ഡിജിറ്റലുമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. പൗരന്മാർക്ക് വേണ്ടിയും അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമാണ് കേരളം. സൗജന്യ വൈഫൈ എല്ലാ പൊതുയിടങ്ങളിലും ലൈബ്രറികളിലും മറ്റും ലഭ്യമാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട്. ഇവയിലൂടെയൊക്കെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയെ എല്ലാ വിഭാഗം പൗരന്മാർക്കും തുല്യമായി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന ഇടപെടലാണ്. കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റമാണുള്ളത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംയോജിത സ്റ്റാർട്ടപ്പ് സമുച്ചയം കൊച്ചിയിൽ ആരംഭിച്ചു. അവിടെ പ്രവർത്തിക്കുന്ന
സൂപ്പർഫാബ് ലാബ് ലോകോത്തര നിലവാരമുള്ളതാണ്. IT മേഖലയിൽ ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങി. നിസാൻ ഗ്ലോബൽ ഡിജിറ്റൽ ഹബ്ബ്, ടെക് മഹീന്ദ്ര, ഹിറ്റാച്ചി, ടെറാനെറ്റ്, H&R ബ്ലോക്ക്, Y.com, എയർബസ്, ബിസ്ലാബ് തുടങ്ങിയവയെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. VSSയുമായി ചേർന്ന് ആരംഭിച്ച സ്പേസ് പാർക്കിൽ അഗ്നികൂൾ കോസ്മോസ്, ബെല്ലാർ സ്റ്റിക്, സാറ്റ് ഷുവർ ഈ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ IT സ്പേസ് ഇരട്ടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ 1548 കോടി രൂപയുടെ കെ-ഫോൺ പദ്ധതിക്ക് തുടക്കമിട്ടു. ഇക്കൊല്ലം ഡിസംബറോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റെടുക്കാൻ കെ-ഫോൺ സൗകര്യം ഉപയോഗിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വ്യാവസായിക രംഗം നിക്ഷേപ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വ്യവസായ വാണിജ്യ രംഗത്താകെ ഉണർവ് കൈവന്നിരിക്കുന്നു. സർക്കാർ അധികാരമേറും ഏൽക്കുന്ന ഘട്ടത്തിൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ നഷ്ടം 131 കോടി രൂപയായിരുന്നു. ഭരണത്തിൻ്റെ ആദ്യ വർഷം തന്നെ നഷ്ടം 71 കോടിയായി കുറച്ചു. അടുത്ത 3 വർഷവും ഈ മേഖലയെ ലാഭത്തിലാക്കി. 2017-18 5 കോടിയും 18-19 8 കോടിയുമായിരുന്നു ലാഭം. 2019-20 56 കോടി രൂപ പ്രവർത്തന ലാഭമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനമല്ല സംസ്ഥാന സർക്കാരിനുള്ളത്. പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ്, BHEL EML, കാസർഗോഡ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡ് HNL, ഇതൊക്കെ കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. എന്നാൽ അവ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിച്ചു വരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ചില അനുമതികൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ആ അനുമതികൾ വൈകുന്നതാണ് ഏറ്റെടുക്കാൻ വന്നു ചേർന്ന കാലതാമസം. മെച്ചപ്പെട്ട നിക്ഷേപക സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുകയാണ്. നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടങ്ങളും ലളിതവും സൗഹാർദ്ദപരവുമായതോടെ സംരംഭം തുടങ്ങാൻ അനുകൂല സാഹചര്യം ഉയർന്നു വന്നു.
കൂടുതൽ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ലാഭപ്പട്ടികയിൽ കടന്നു വരികയും ചെയ്തു. പുതിയ കാലത്തിനനുസരിച്ചുള്ള വ്യവസായ സംരംഭങ്ങൾ സർക്കാർ സ്വകാര്യ മേഖലകളിൽ വ്യാപകമായി തുടങ്ങുകയാണ്. കൊച്ചിയിൽ നടന്ന അസൻറ്റ് 2020 പോലുള്ള നിക്ഷേപക സംഗമങ്ങളിലൂടെ നിക്ഷേപക സൗഹൃദ് കേരളത്തെ ഫലപ്രദമായി സംരംഭകർക്കിടയിൽ അവതരിപ്പിക്കാനാണ് നാം തയ്യാറാകുന്നത്. കഴിഞ്ഞ 3.5 വർഷത്തെ അനുഭവം എടുത്താൽ വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. കേരളത്തിന് അനുയോജ്യമായതും വൈവിധ്യമാർന്നതുമായ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായകമായ വിധത്തിൽ പുതിയ 14 വ്യവസായ പാർക്കുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ തയ്യാറായി വരികയാണ്. ആ പാർക്കുകളിൽ നല്ലതുപോലെ വ്യവസായങ്ങളെ ആകർഷിക്കാനും കഴിയും. ഈ നേട്ടങ്ങളുടെ ഫലം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് ഒരു പുതിയ സംരംഭകത്വ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവിലാണ് എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബുകൾ സജീവമാക്കിയിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് ലോകത്താകെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ പ്രതിസന്ധി തീരുമ്പോൾ പുതിയ സാധ്യതകളും അവസരങ്ങളും തീർച്ചയായും വരും. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന ഖ്യാതിയാണ് കേരളത്തിൽ ഇന്ന് രാജ്യത്തും ലോകത്തുമുള്ളത്. പുതിയ വ്യവസായ സംരംഭങ്ങളെയും നിക്ഷേപത്തെയും ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള സാഹചര്യമായി സർക്കാർ ഇതിനെ കാണുകയാണ്. അതിൻ്റെ ഭാഗമായി വ്യവസായങ്ങൾ ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് കുറേ വ്യവസായങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി വ്യവസായങ്ങളെ ആകർഷിക്കാൻ നാം ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, വ്യവസായ അനുമതികൾ വേഗത്തിലാക്കുന്നതിനുള്ള കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യവസായത്തിന് അപേക്ഷിച്ചാൽ 7 ദിവസത്തിനകം ആവശ്യമായ ലൈസൻസും പെർമിറ്റും നൽകും. ഇതോടൊപ്പം കാർഷികോൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് അതിനുള്ള നടപടികൾ
ത്വരിതഗതിയിൽ ആരംഭിക്കാൻ ഗൗരവമായൊരു പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 കേന്ദ്രങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകൾ നിർമ്മിക്കാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ്. ഇതോടൊപ്പം നമ്മുടെ കേരളത്തിലേക്ക് വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലായിരിക്കും ആ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഫൈനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാവും. അതോടൊപ്പം ഇൻഡസ്ട്രീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ ഉണ്ടായിട്ടുണ്ടാകും. GST കമ്മീഷണർ ഉണ്ടാവും. ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ ഡയറക്ടറായിരിക്കും മെമ്പർ സെക്രട്ടറി. ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളുടെ വ്യവസായ സംഘടനകളുണ്ട് ഇവിടെ. ഇപ്പോൾ ജപ്പാൻ്റെ ജെട്രോ, ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കോമേഴ്സ്, കൊറിയയുടെ കൊറിയ ഇമ്പോർട്ടേഴ്സ് അസോസിയേഷൻ, അവരുടെ തന്നെ കൊറിയ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസി, കൊറിയൻ ചേംബർ ഓഫ് കോമേഴ്സ്, പിന്നെ തായ്വാൻ എക്സ്റ്റേണൽ ട്രേഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇതിൽ നിന്നെല്ലാം ഓരോ നോമിനി ഈ കമ്മിറ്റിയിലുണ്ടാവും. അതോടൊപ്പം ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ്, US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം, US ഇന്ത്യ ബിസിനസ് കൗൺസിൽ, അതിൽ നിന്നൊരു നോമിനി ഉണ്ടാവും. ഇതോടൊപ്പം ഇൻഡോ ഫ്രഞ്ച് ചേംബർ ഓഫ് കോമേഴ്സ്, കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സ്, ഇവരുടെ ഒരു നോമിനി ഉണ്ടാവും. പിന്നെ സിംഗപ്പൂരിലെ എൻ്റർപ്രൈസിൽ നിന്നും ഒരു നോമിനി ഉണ്ടാവും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജപ്പാൻ കമ്പനികളുണ്ട്, അവരുടെ ഒരു പ്രതിനിധി ഉണ്ടാവും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കൊറിയൻ കമ്പനിയുടെ ഒരു പ്രതിനിധി ഉണ്ടാവും. കേരളത്തിലുള്ള അമേരിക്കൻ കമ്പനിയുടെ ഒരു പ്രതിനിധി ഉണ്ടാവും. കേരളത്തിലുള്ള ഫ്രഞ്ച് കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാവും. കേരളത്തിലുള്ള ജർമ്മൻ കമ്പനിയുടെ ഒരു പ്രതിനിധിയും ഉണ്ടാവും. ഊർജ്ജ മേഖലയിലെ ഏറ്റവും പ്രധാന പദ്ധതിയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ. അത് നടപ്പാക്കാൻ കഴിയില്ല എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴൊരു നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ച ആ പദ്ധതി നമ്മൾ ഓർക്കേണ്ടത് 39 കിലോമീറ്റർ മാത്രമേ അന്ന് പൈപ്പിട്ടിരുന്നുള്ളൂ നേരത്തെ. പിന്നെ ഉപേക്ഷിച്ച് പോയതാണ്. 2016 ജൂണിലാണ് പദ്ധതി പുനരാരംഭിക്കുന്നത്.
ഇപ്പോൾ 444 കിലോമീറ്റർ നീളമുള്ള കൊച്ചി മംഗലാപുരം ലൈൻ പൂർത്തിയായി. ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെ പൈപ്പ് സ്ഥാപിക്കുന്നതാണ് ആകെ ബാക്കിയുള്ള കാര്യം. ഇത് 3 ആഴ്ച കൊണ്ട് പൂർത്തീകരിച്ച് ജൂൺ പകുതിയോടെ കമ്മീഷൻ ചെയ്യാൻ കഴിയും. ഇതിനു പുറമെ കൂറ്റനാട് വാളയാർ 95 കിലോമീറ്റർ നീളത്തിൽ പൈപ്പിടൽ പൂർത്തിയായി. ഈ ആഗസ്റ്റ് 15-ന് അത് കമ്മീഷൻ ചെയ്യുമെന്നാണ് ധാരണയായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് സിറ്റി ഗ്യാസ് പ്രോജക്റ്റ്. IOAGയുടെ സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് പുരോഗമിക്കുകയാണ്. LNG ടെർമിനലിൽ നിന്നും ഗ്യാസ് ഗാർഹിക ആവശ്യങ്ങൾക്കുൾപ്പെടെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. കൊച്ചിയിൽ 7 CNG സ്റ്റേഷൻ ഈ പദ്ധതിയിലൂടെ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ 4 വർഷം വൈദ്യുതി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കൊച്ചി ഇടമൺ വൈദ്യുതി പ്രസരണ ലൈൻ യാഥാർത്ഥ്യമാക്കിയത് ശ്രദ്ധേയമായ നേട്ടമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ വാട്ടർ മെട്രോ പദ്ധതി ഇതിൻ്റെ 38 ജെട്ടികളിൽ 8 എണ്ണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ പണി 2017 ജൂണിൽ പൂർത്തീകരിച്ച് സമർപ്പിച്ചത് നാടോർക്കുന്ന കാര്യമാണ്. 6 മാസത്തിനുള്ളിൽ പാലാരിവട്ടം മുതൽ മഹാരാജാസ് വരെയുള്ള അടുത്ത റീച്ചും നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ മഹാരാജാസ് തൈക്കുടം റീച്ചും നാടിന് സമർപ്പിച്ചു. ലോക്ക്ഡൗൺ തീരുന്ന മുറക്ക് കൊച്ചി മെട്രോ ഫേസ് 1 അവസാന റീച്ചായ തൈക്കുടം പേട്ട റീച്ചും നാടിന് സമർപ്പിക്കും. കൊച്ചി മെട്രോ നഗരപ്രാന്തങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. KSTP പദ്ധതിയിൽ സർക്കാർ വന്നതിന് ശേഷം 226 കിലോമീറ്റർ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 റോഡുകളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പകുതി ചെലവ് വഹിച്ച കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴ ബൈപ്പാസിൻ്റെ 98.6% പൂർത്തിയായി. 2 പാലങ്ങളിൽ ഒന്നിനും കൂടി റെയിൽവേയുടെ അനുമതി കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ 100% പണിയും പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ കഴിയും. സെമി ഹൈസ്പീഡ് റെയിൽപാത കൊച്ചുവേളിയിൽ നിന്ന് കാസർഗോഡ് വരെ 532 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തിരൂർ വരെയുള്ള പാത നിലവിലുള്ള പാതയിൽ നിന്ന് മാറിയാണ് നിർദ്ദിഷ്ട റെയിൽ ഇടനാഴി നിർമ്മിക്കുക. തിരൂർ മുതൽ കാസർഗോഡ് വരെ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായിരിക്കും. നമ്മുടെ നാടിൻ്റെ വികസന അന്തരീക്ഷം ഒരുക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ സമാധാനപരമായ ജീവിതം വളരെ പ്രധാനമാണ്.
ഇവിടെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ സമാനതകളില്ലാത്ത ഇടപെടലാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് ഗണ്യമായ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം കേസുകളുടെ എണ്ണം കേരളത്തിൽ 30% കുറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജിഷ കൊലപാതക കേസായിരുന്നു നാടിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം. അതുമുതൽ ഏറ്റവും ഒടുവിൽ പാമ്പ് കടിപ്പിച്ചുള്ള കൊലപാതകം വരെ തൊട്ടു മുമ്പുള്ള കൂടത്തായി ഓർമ്മിച്ചാൽ മതി. തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. കേരള പോലീസ് നവീകരണത്തിൻ്റെ പാതയിലാണ്. ജനമൈത്രി പോലീസ് രാജ്യത്ത് തന്നെ മാതൃകയായി മാറുന്നു. ഫയർ സർവീസ് സേവനത്തിൻ്റെ മകുടോദാഹരണങ്ങൾ സൃഷ്ടിച്ച കാലമായിരുന്നു ഇത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനമായാലും ഇപ്പോൾ കോവിഡിൻ്റെ ഈ ഘട്ടമായാലും മികവുറ്റ പ്രവർത്തനമാണ് അവർക്ക് നടത്താൻ കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം കേൾക്കുന്നതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പറ്റി. ഈ ഘട്ടത്തിലാണ് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ നോക്കിയാൽ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുണ്ട്. സമയം ഒരുപാടായി. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിന് ഈ കാലയളവിൽ കിട്ടിയ നേട്ടങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾ അത് വളരെ വലിയൊരു പട്ടികയാണ്. അതിലേക്കും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഓരോ മേഖലയിലും നമ്മുടെ മികവ് തെളിയിക്കുന്ന പുരസ്കാരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട് അത്യന്തം ഗുരുതരമായൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡിൻ്റെ നാളുകളാണ്. കോവിഡ്-19 വ്യാപനം എവിടെ എത്തി നിൽക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. ലോക്ക്ഡൗൺ അനന്തമായി തുടരാനാകില്ല എന്ന് പൊതുവെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാഹന ഗതാഗതം കൂടുതൽ സജീവമാകുന്നുണ്ട്. പുതുതായി രോഗം വർദ്ധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മെയ് 23-ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4638 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 1035 പേരുമാണ് സംസ്ഥാനത്തെത്തിയത്. അതേ ദിവസം കോവിഡ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 62. യാത്രക്കാരുടെ വരവിനനുസരിച്ച് രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളെടുത്താൽ 50-ൽ കൂടുതലായി. 4 ദിവസങ്ങളുടെ കണക്കെടുത്താൽ 181 പുതിയ രോഗികളാണ് ഉണ്ടായത്. അപ്പോൾ കൂടുതൽ യാത്രാമാർഗങ്ങൾ തുറക്കുമ്പോൾ അതിനിയും വർദ്ധിച്ചേക്കാം. എന്നാൽ നേരത്തെ വ്യക്തമാക്കിയതാണ്, നമ്മുടെ നാടിൻ്റെ ഭാഗമായുള്ളവരെല്ലാം നാട്ടിലേക്ക് വരുന്നതിന് അവർക്ക് നേരെ ആരും വാതിൽ കൊട്ടി അടക്കില്ല എന്നുള്ളത്. അവർ വരുന്നത് കൊറോണ വൈറസ് ബാധ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ ആവശ്യമായ മുൻകരുതൽ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്കാവശ്യമായ ചികിത്സ നൽകുക, അവരിൽ നിന്ന് രോഗം പടരാതിരിക്കാൻ ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കുക. അതിന് ഈ വരുന്നവരെക്കുറിച്ച് കൃത്യമായ വിവരം
സംസ്ഥാന സർക്കാരിന് മുൻകൂട്ടി ഉണ്ടാകണം. ഇറങ്ങിയ ഉടനെ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കാനാകണം. ഇപ്പോൾ ശരാശരി 39 പേരാണ് ദിവസവും രോഗം ബാധിച്ച് ആശുപത്രിയിലാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് സാധാരണഗതിയിൽ ആർക്കും കണക്കൂട്ടാൻ കഴിയുന്ന കാര്യമാണ്. ഇന്നുള്ള അന്തരീക്ഷമായിരിക്കില്ല ഇതേ രീതി തുറന്നാലുണ്ടാവുക എന്നർത്ഥം. ജൂണിൽ മഴ തുടങ്ങുകയും മഴക്കാല രോഗങ്ങൾ വരികയും ചെയ്താൽ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടതായി വരും. ഇതിനെല്ലാമുള്ള ആസൂത്രണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നാം കാണേണ്ട ഒരു കാര്യം, ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നൊരു സമീപനം ഒരിടത്തും എടുക്കേണ്ടതായിട്ടില്ല. അവർ വരട്ടെ, നമ്മുടെ സഹോദരങ്ങളാണ്, ഇവിടെ താമസിക്കേണ്ടവരാണ്, ഈ നാട് അവരുടേതുമാണ്. എന്നാൽ ജാഗ്രതയോടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനം. വരുന്നവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം മുൻകൂട്ടി ഉണ്ടാവണം. ഒരു വിവരമില്ലാതെ ആളുകൾ വന്നാൽ അത് അനിയന്ത്രിതമായ രോഗവ്യാപനത്തിന് മാത്രമേ ഇടയാക്കൂ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ട് പോകാനാവണം. ഒരു പ്രദേശത്തു നിന്ന് ആളുകൾ വരുന്നു, ആ വരുന്നവർ ക്വാറൻറ്റൈനിൽ പോകണം. അവരാരൊക്കെയാണ്, ഏത് പ്രദേശത്താണ്, അവിടെ ക്വാറൻറ്റൈൻ സൗകര്യമുണ്ടോ, ഇതെല്ലാം നേരത്തെ നോക്കി നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അവരെ അങ്ങോട്ട് അയക്കുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഈ ഘട്ടത്തിൽ മറ്റൊന്നിനും താല്പര്യം കാണിക്കരുത്. ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. നമ്മുടെ നാടിൽ രോഗവ്യാപനം തടയാൻ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആ ശ്രദ്ധയും കരുതലും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. എല്ലാവരും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളോടൊപ്പം അണിചേരാൻ തയ്യാറാകണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഘട്ടത്തിൽ വിഷമകരമായ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും 4 വർഷത്തെ പ്രവർത്തനം അഭിമാനകരമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഈ വിഷമകരമായ സാഹചര്യം നേരിടുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർബന്ധമായും സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ 5-ാം തീയതി നമ്മുടെ സംസ്ഥാനത്താകെ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചൊരു കാര്യം. ഈ ദുരിതത്തിൻ്റെ നടുക്ക് തന്നെയാണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. അത് വിജയകരമായി തന്നെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. വ്യാവസായിക മേഖലയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളും ഈ ഘട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ എല്ലാ റോഡുകളിലും ഇടനാഴികളിലും LED ലൈറ്റ് സ്ഥാപിക്കൽ ഈ ഘട്ടത്തിൽ തന്നെയാണ് നടക്കുക. എല്ലാ റോഡുകളും ഈ ഡിസംബറോടുകൂടി ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെട്ട നിലയിലാക്കുക എന്നതും സർക്കാരിൻ്റെ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് കാണുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാനുള്ള സൗകര്യങ്ങളൊരുക്കൽ യാത്രയുടെ ഘട്ടത്തിൽ അത് ഈ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതേപോലെ തന്നെ ആവശ്യമായത്ര ടോയ്ലറ്റ് സൗകര്യം ഓരോ പ്രദേശത്തും ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത്. അതും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്രോൾ ബങ്കുകളിൽ ടോയ്ലറ്റ് സൗകര്യം എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നത് അതിൻ്റെ കൂടെ തന്നെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഘട്ടത്തിൽ ഓൺലൈൻ പഠനമാണ് ആദ്യം ആരംഭിക്കുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായ ചില അഴിച്ചുപണികൾ ആവശ്യമായിട്ട് വരും. ഈ വ്യവസായത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം
വലിയ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു മേഖലയായിട്ട് മാറാൻ പോവുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. ഇപ്പോൾ താജിക്കിസ്ഥാൻ 300-ലധികം കുട്ടികളുണ്ട് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന്, ഈ കോവിഡിൻ്റെ ബാധ വന്നപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പോൾ അത്രയും കുട്ടികൾ ഇവിടുന്ന് അവിടെ പോയി പഠിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിന് വിഷമം വരും. അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ സൗകര്യം വേണം. ആ സൗകര്യം നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് മാത്രമല്ല, അതുപോലുള്ള കുട്ടികൾ നേരത്തെ കേരളത്തിന് പുറത്തേക്ക് പോയി പഠിച്ചിരുന്നവർ കേരളത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലയുണ്ടാകും. അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതോടൊപ്പം തന്നെ കേരളം പോലെയൊരു സുരക്ഷിതമായ മണ്ണിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളുണ്ടാവും. ആ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനും പഠിക്കാനുമുള്ള സൗകര്യം ഇവിടെ വേണ്ടി വരും. അതിനുതകുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റം വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്കാണ് നാം പോകുന്നത്. അതിൻ്റെ കൂടെയാണ് നേരത്തെ പറഞ്ഞ പഠന സമയത്ത് പാർട്ട് ടൈം ജോലി എന്ന പ്രശ്നം വരുന്നത്. അതും ഗവൺമെൻറ് ഉപേക്ഷിക്കുകയല്ല, ഈ ഘട്ടത്തിലല്ല എന്ന് മാത്രം, കോവിഡ് കഴിയുന്നതോടെ ആ രംഗത്തേക്കും നമുക്ക് കടക്കാൻ കഴിയും. കലക്ടർമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്ത് പരിപാടികൾ ഇപ്പോൾ നടത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള കാര്യമടക്കം ആലോചിക്കുന്നുണ്ട്. ഇവിടെ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ തൊഴിൽ നൽകുക എന്നത് അതിപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കാർഷിക രംഗം. കാർഷിക രംഗത്തും തൊഴിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കിയാൽ നാം കണക്കാക്കിയ 1005 പേർക്ക് തൊഴിൽ എന്നത് ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനകത്തും നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ അത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകുന്ന നടപടി ഈ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി വളണ്ടിയർ കോർപ്സ് രൂപീകരണം അത് പൂർണ്ണമായി കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഫലപ്രദമായ രൂപത്തിൽ അവരെ ഉപയോഗിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. ഒരു ഘട്ടം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യരംഗത്ത് വലിയ തോതിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. ഓരോ വീട്ടിനകത്തും വീട്ടുപറമ്പിലും മത്സ്യത്തെ വളർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റാനാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ ദുരന്തം ഒരു തടസ്സമായിട്ടുണ്ട്. പക്ഷേ ദുരന്തം വന്നാൽ ആ ദുരന്തത്തെ അതിജീവിച്ചു കൊണ്ട് പോകൽ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതിൻ്റെ മുന്നിൽ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് ഒന്നിച്ച് നേരിടാം. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള വഴിയിലേക്ക് നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച് നീങ്ങാം എന്നാണ് ഈ 4ാം വാർഷികത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പദ്ധതികൾ പറഞ്ഞപ്പോൾ വിഴിഞ്ഞം തുറമുഖം പറഞ്ഞു കേട്ടില്ല. അതുപോലെ തന്നെ ദേശീയപാത വികസനം, ഇത് രണ്ടും എന്നത്തേക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? വിഴിഞ്ഞം പദ്ധതി ഈ ഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ ത്വരിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുത്ത ഗ്രൂപ്പുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവർ ഒരു ഭാഗം ഇപ്പോൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാവും. മറ്റ് ഓരോ ഘട്ടമായിട്ട് അവർ പറയുന്നുണ്ട്. കല്ലിനുള്ള തടസ്സമായിരുന്നു, അതിൻ്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കുകയാണ്. ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അത് വ്യക്തമാക്കിയാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിനിടക്ക് തന്നെ പെർമിഷൻ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ തലപ്പാടി മുതൽ ചെങ്കള വരെയും ചെങ്കള മുതൽ നീലേശ്വരം വരെയും നീലേശ്വരത്തിന് ശേഷമുള്ള അത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി ഒരു റീച്ച് കൂടി ഇപ്പം തന്നെ നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ നല്ല വേഗതയിൽ തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിഎം, ഈ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഇതിനിടയിലുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ, മന്ത്രിമാരുടെ രാജി, ആന്തൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പോലുള്ളവ, അതൊക്കെ കുറച്ചുകൂടി ഒരു ജാഗ്രതയോ മുൻകരുതലോ ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിനിടക്ക് വിവിധ കാര്യങ്ങൾ സംഭവിക്കും. മൊത്തമായിട്ട് എടുത്താൽ എന്ത് എന്നുള്ളതാണ് പ്രശ്നം. മൊത്തമായിട്ടെടുത്താൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത്. പിന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഘട്ടത്തിൽ വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ
ആ സൃഷ്ടിച്ച വിവാദങ്ങളിൽ കഴമ്പില്ല എന്ന് വ്യക്തമായിട്ടുമുണ്ട്. അത് നാടിന് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യത്തിലടക്കം സംഭവിച്ചത് അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി 600 വാഗ്ദാനങ്ങളാണ് കൊടുത്തിരുന്നത്. അത് ഇനി വളരെ കുറച്ച് മാത്രമേ നടപ്പിലാക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? കേന്ദ്ര അനുമതി ലഭിക്കാത്തതുകൊണ്ടാണോ അതോ സാങ്കേതികം കൊണ്ടാണോ? അതുപോലെ തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ തീരുമാനമായ ഒരു വിവരമാണ് UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന അഴിമതികളെ കുറിച്ചുള്ള അന്വേഷണം. അതിന്റെ ഒരു അവസ്ഥ ഇതുവരെ പറഞ്ഞു കേട്ടില്ല. അതെന്തായിരുന്നു പറഞ്ഞത്? അല്ല, അതിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. 5 വർഷം കൊണ്ട് നടപ്പാക്കാനുള്ളതാണ്. അതിൽ 4 വർഷം ആയി. നമ്മൾ മിക്കവാറും കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോഴാണ് ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് മനസ്സിലാവുക. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ചുരുക്കം കാര്യങ്ങളും വേഗം തന്നെ പൂർത്തിയാക്കുന്ന നടപടിയാണ് സ്വീകരിക്കുക. ഏതായാലും ഇനി അതിന് വലിയ കാലതാമസമില്ല. 5 വർഷമാകുമ്പോൾ ആ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും ബാക്കി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഈ 2 പ്രളയങ്ങൾ കഴിഞ്ഞ ശേഷം റീബിൽഡ് കേരള പ്രഖ്യാപിച്ചു. റീബിൽഡ് കേരളയുടെ പരിപാടികളുമായിട്ട് എത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? വിചാരിച്ച രീതിയിൽ അതിനൊരു വേഗത കൈവന്നിട്ടുണ്ടോ? എത്ര ശതമാനത്തോളം ജോലികൾ പൂർത്തിയാക്കാൻ ഈ ഒരു ഘട്ടത്തിലെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്? റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് നടപ്പാക്കേണ്ട ഘട്ടത്തിലാണ് കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നത്. അത് കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു തടസ്സമായിട്ട് നിൽക്കില്ല. അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഇപ്പം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന വയനാട്ടിലേക്കുള്ള ഒരു പാത. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ബന്ധിപ്പിക്കുന്ന ആ പാത. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കോവിഡ് വന്നപ്പോഴുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ. നേരത്തെ അഴിമതി കേസുകളെ സംബന്ധിച്ച അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. അത് ആ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ച കാര്യങ്ങൾ മന്ത്രിസഭാ യോഗം പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികളും നടന്നു വരുന്നുണ്ട്. CM കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ വളരെ വിവാദം ഉണ്ടായതാണ് ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. താങ്കൾ വന്നതിന് ശേഷം അതിന് പല അന്വേഷണ കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് കമ്മീഷനൊക്കെ വെച്ചിട്ടും പോലീസ് അത് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് ഒരുപാട് മന്ത്രിമാരെല്ലാം ഉൾപ്പെട്ടതായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഓരോ കേസിൻ്റെയും പുരോഗതി എനിക്ക് പറയാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയൊരു ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടം വരെ എത്തിയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. വേറൊരു കാര്യം, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഭൂരിഭാഗം വാഗ്ദാനങ്ങളും പാലിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ട്. ഒന്ന്, വിജിലൻസിനെ ഒരു സ്വതന്ത്ര സംവിധാനമാക്കി മാറ്റും എന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിന് കാരണം UDFന്റെ അവസാന കാലത്ത് ചില ബാർക്കോഴി അടക്കമുള്ള സംഗതികളിൽ അന്വേഷിക്കുന്നതിനുള്ള തടസ്സമായിരുന്നു അത്തരമൊരു തീരുമാനം LDFനെ എടുക്കാൻ കാരണമായത്. മറ്റൊന്ന്, പരമ്പരാഗത വ്യവസായങ്ങൾക്ക് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് അവയുടെ പുനരുജ്ജീവനം ഉറപ്പു നൽകിയത്. ഈ 2 കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായില്ല. എന്താ അതിനുള്ള തടസ്സം? വിജിലൻസ് സ്വതന്ത്രമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു സ്വതന്ത്രാവസ്ഥക്കും ഒരു തടസ്സവും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴില്ല. അത് ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഈ ഒരു നിലപാടെടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പരിശോധനയിലേക്ക് കടന്നിട്ടില്ല. മറ്റത് പരമ്പരാഗത വ്യവസായങ്ങളുടെ കാര്യം എടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് കൈത്തറി മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. അതിൻ്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന യൂണിഫോം കൈത്തറി യൂണിഫോം ആകാമെന്ന് വെച്ചത്. അത് കൈത്തറി മേഖലയുടെ സംരക്ഷണത്തിന് വലിയ തോതിൽ ഉതകുന്ന നടപടിയായി. അതിന് ഇപ്പോൾ നബാർഡുമായി ചർച്ച ചെയ്ത് അത് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യമായ കൂലി കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബാർഡ് അതിനാവശ്യമായ ഫൈനാൻസ് തരാൻ തയ്യാറാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കൈത്തറി മേഖലയ്ക്ക് ഊർജം പകരാനാണ് സാധ്യത. കശുവണ്ടി മേഖലയുടെ നല്ല നിലക്കുള്ള മുന്നേറ്റമാണ് നടക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ സ്ട്രെസ്ഡ് എന്ന പേരിൽ പറഞ്ഞ നേരത്തെ ഈ NBA ആയിട്ടുള്ള ചില ലോണുകൾ, ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു പുതിയ സഹായം വരാൻ പോകുന്നുണ്ട്.
അത് ലഭിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന ചില ഫാക്ടറികൾക്കടക്കം പ്രവർത്തിച്ചു പോകാൻ കഴിയുമെന്നാണ് കാണുന്നത്. നേരത്തെ ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല പുരോഗതി കശുവണ്ടി രംഗത്തുണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനും കാപ്പെക്സും എല്ലാം നല്ല നിലയിൽ തന്നെ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അടഞ്ഞു കിടക്കുന്നത്. അതും ഈ സാഹചര്യത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന നിലയാണുള്ളത്. കയർ രംഗത്ത് സമൂലമായ മാറ്റം വന്നിട്ടുണ്ട്. നല്ല പുരോഗതി അതിനകത്തുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമെടുത്താൽ ഓരോ സ്ഥാപനത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എല്ലാം ഓരോ രംഗത്തെയും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഇനിയും അതിന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് പോവുക തന്നെ ചെയ്യും. CM ഈ മികച്ച നേട്ടം പല രംഗങ്ങളിലും കൈവരിക്കാൻ കഴിഞ്ഞപ്പോഴും ഈ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം എപ്പോഴും പുറകിലാണ്. അത് നമ്മൾക്കൊരു ചലഞ്ചായിട്ടോ അത് മാറ്റുന്നതിനായി ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി അവലംബിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ്. അതിനെന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടോ? മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പുരോഗതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം നേരത്തെ വല്ലാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു മാലിന്യം. ആ ഒരു നിലക്ക് അവസാനം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാലിന്യം അപ്പം തന്നെ സംസ്കരിക്കുന്നൊരു നില വന്നു കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം പലയിടങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഒന്ന് നാം കാണേണ്ടത് ഉറവിട മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ വൻ നഗരങ്ങൾ, അവിടങ്ങളിൽ നല്ല രീതിയിലുള്ള പദ്ധതികൾ വേണം. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വേണം. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ചിലത് പെട്ടെന്ന് തന്നെ ആരംഭിക്കാനാവും. ഇപ്പോൾ കാണുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഒരു സ്ഥലത്ത് നടപ്പാക്കിയാൽ ഒരു പാരിസ്ഥിതിക പ്രശ്നവും അതുണ്ടാക്കില്ല. നേരത്തെ വെളപ്പിൽശാലയുടെയും മറ്റും അനുഭവമുള്ളതുകൊണ്ട് ഇതാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നാണ് ആളുകളുടെ മനസ്സിലുള്ളത്. എന്നാൽ അതേയല്ല ഇന്നത്തെ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇത് കത്തിച്ച് വൈദ്യുതിയാക്കുകയാണ്. ഒരു പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. അതിൻ്റെ അടുത്ത് തന്നെ നിന്നാലും ഒരു ദുർഗന്ധവും ഉണ്ടാവുകയുമില്ല. അത്തരത്തിലുള്ള പദ്ധതികളാണ് നാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ചിലയിടത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ചിലയിടത്ത് വേണ്ട പുരോഗതി ആയിട്ടില്ല. ഏതായാലും സർക്കാർ തന്നെ അതിന് ഫലപ്രദമായി ഇടപെട്ട് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ 14,000 ടോയ്ലറ്റുകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാപനം നടക്കാൻ സാധ്യതയുണ്ടാകുന്നത് ഈ പബ്ലിക് ടോയ്ലറ്റുകൾ ക്ലീൻ അല്ലാത്ത ഒരു രീതി തുടരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റുകൾ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര ശ്രദ്ധ വേണ്ടതല്ലേ നമ്മുടെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ? ഇപ്പോൾ നിലവിലുള്ള പബ്ലിക് ടോയ്ലറ്റുകളുടെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ? അപ്പോൾ ആ നിലവിലുള്ള പബ്ലിക് ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലക്ക് ആ ടോയ്ലറ്റുകളെ വൃത്തിയുള്ളതാക്കി മാറ്റാൻ ആവശ്യമായ ശുചീകരണ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടോ? ചിലർ കോൺട്രാക്ട് കൊടുത്തിട്ട് അത് ഏറ്റെടുത്തവരുണ്ട്. ആ ഏറ്റെടുത്തവരൊന്നും ചെയ്യാതിരിക്കുന്നുണ്ട്. അവിടെ വൃത്തിഹീനമായി കിടക്കുന്നുണ്ട്. അത് മാറ്റി തീർക്കുന്നതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ശ്രദ്ധിക്കണം, ബന്ധപ്പെട്ട വകുപ്പ് ശ്രദ്ധിക്കണം. അതോടൊപ്പം അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനവും അത് ക്ലീനായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്നെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയാലും സ്പ്രിംഗ്ലർ ആയാലും ഒരു തിരുത്തൽ ശക്തിയാകാൻ തങ്ങൾ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം ഈ സമയം അവകാശപ്പെടുന്നത്. എത്രത്തോളം ക്രിയാത്മകമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം? എങ്ങനെയാണ് മുഖ്യമന്ത്രി നിലയിൽ താങ്കൾ പറയുന്നത്? അല്ല, അത് കേരളം ആകെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഓരോ ഘട്ടത്തിലും നമ്മുടെ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ആര് എന്നില്ലാതെ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൽ അത്തരത്തിലുള്ള സഹകരണം പ്രതിപക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആവശ്യമായ മുൻകൈ
സർക്കാർ തന്നെ എടുത്തത്. ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായ മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ ഫലം? ഈ കഴിഞ്ഞ 4 വർഷം ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെയൊരു സഹകരണം പ്രതിപക്ഷത്തിൽ നിന്നുണ്ടായോ? എല്ലാറ്റിനെയും തകിടം മറിക്കാനുള്ള നീക്കങ്ങളില്ലേ ഉണ്ടായിട്ടുള്ളൂ? സാധാരണ ഭരണ നടപടികളിൽ മാത്രമല്ലല്ലോ ഉണ്ടായത്, ദുരന്തഘട്ടത്തിൽ പോലും അതല്ലേ ഉണ്ടായത്. അതാണോ ഒരു നാടിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടത്? അപ്പോൾ അവർ തിരുത്തേണ്ട ഒരു ഭാഗമാണ്. തിരുത്താൻ അവർക്കായാൽ നല്ലത്, അത് ജനങ്ങളും അംഗീകരിക്കും. അതുമാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കളും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? പ്രതിപക്ഷത്തെ വ്യക്തികളുടെ പ്രശ്നം എല്ലാവരും ഇത്. പ്രതിപക്ഷം എന്ന നിലക്ക് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നല്ലേ ചോദ്യം. അതിലുള്ള ഓരോ ആളെയും എടുത്തിട്ട് അദ്ദേഹം എന്താ നിലപാട് സ്വീകരിച്ചതെന്ന് ചോദിക്കുന്നുണ്ടോ? അതല്ലല്ലോ. മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ സർക്കാർ പദ്ധതികൾ ഒരുപാട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം എന്ന നിലക്ക് എന്ത് നിലപാട് സ്വീകരിച്ചു, അതാണ് ചോദ്യം. ആ പ്രതിപക്ഷം എന്ന നിലക്ക് സ്വീകരിച്ച നിലപാട് ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ തന്നെ എൻ്റെ അടുത്ത് ചിലർ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളുടെ സർവ്വ പിന്തുണയുണ്ടാകും കേട്ടോ, ഒരു വിഷമവും വിചാരിക്കണ്ട എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ചിലർ പറയുന്നത് എന്ന് ഞാനും പറഞ്ഞു. അങ്ങനത്തെ ഘട്ടങ്ങളുണ്ട്. അത് വേറെ ഒരു നിലപാടിൻ്റെ പ്രശ്നമാണല്ലോ ചോദിക്കുന്നത്. ആ നിലപാട് എന്താണ് നാം കാണേണ്ടത്. കോൺഗ്രസിനകത്തുള്ള നേതാക്കളാണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയാണോ അങ്ങനെ? എൻ്റെ അടുത്ത് വന്നത് കോൺഗ്രസ് നേതാക്കളല്ല, അതുകൊണ്ട് അവിടെ തർക്കം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇല്ലാതിരുന്ന ഈ LDF സർക്കാർ വന്നതിന് ശേഷം ചില കേന്ദ്രങ്ങൾ വർഗീയ പ്രചാരണങ്ങൾ രൂക്ഷമാക്കിയിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു സിനിമയുടെ സെറ്റ്, ഒരു ആരാധനാലയത്തിന്റെ സെറ്റ് ഇട്ടുന്നത് അടുത്ത് ഒരു കൂട്ടർ ആക്രമണം നടത്തുകയും അത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഫേസ്ബുക്കിലൂടെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് ഈ കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന വർഗീയ സംഭവങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? ഇതിനെതിരെയുള്ള നിലപാട് ഒന്ന് വ്യക്തമാക്കണം. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ചോദിച്ചത് സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിനിമാ സെറ്റ് നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള സിനിമകളും ചിത്രീകരിക്കാറുണ്ട്. ആ ചിത്രീകരിക്കുന്നതിന് ആരും തടസ്സം സൃഷ്ടിക്കാറില്ല. പക്ഷേ അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് തന്നെ ചില ശക്തികൾ, ഈ പറഞ്ഞ വർഗീയ ശക്തികൾ, വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് സിനിമയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അല്ല, നേരത്തെ കോവിഡ് കാലത്ത് മുമ്പ്. സിനിമ പ്രദർശനം ആരംഭിക്കുമ്പോൾ ആ പ്രദർശിപ്പിക്കുന്ന സിനിമാശാലകൾ ആക്രമിക്കാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം വർഗീയ ശക്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യം അംഗീകരിച്ചിട്ടില്ല, ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതിനെതിരെയുള്ള പൊതുവികാരമാണ് എല്ലാ ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത് ഒരു ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ മാർച്ചിൽ നിർമ്മിച്ച ഒരു സെറ്റാണിത്. അത് കോവിഡ്-19 കാരണം ഷൂട്ടിങ് നീളുകയായിരുന്നു. ആ സെറ്റ് അവിടെ നിൽക്കുന്നത്, ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സെറ്റ് പൊളിച്ചു കളിയില്ലായിരുന്നു. ഇപ്പോൾ ബജ്രംഗ് ദൾ എന്ന് പറയുന്നൊരു കൂട്ടർ അത് പൊളിച്ചു എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. എൻ്റെ AHP ജനറൽ സെക്രട്ടറി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് അക്രമികൾ ഈ സെറ്റ് തകർത്തത്. ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നാണ്. ഏത് മതവികാരമാണ് വ്രണപ്പെടുത്തുന്നത്? അവിടെ അങ്ങനൊരു സെറ്റ് ഉണ്ടായതുകൊണ്ട് ആ സെറ്റ് ഉണ്ടാകാനിടയായ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഈ വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ളൊരു മണ്ണല്ല കേരളം എന്നത് അവർ ഓർക്കണം. ശക്തമായ നടപടി അതിനെതിരെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. അവർക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. CM സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പിന്തുണ അറിയിച്ച ഒരു നേതാവ് P. ജോസഫാണ്. അദ്ദേഹം പുറത്തു വന്ന കാര്യം പറയുന്നത് അദ്ദേഹം മുന്നണി വിടുന്നു തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വന്നു. അങ്ങനെ ഇതാണ് ജോസഫിനെയൊക്കെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് മുന്നണിക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകൂല നിലപാടുകൾ ഉണ്ടാവും?
ഇത് നേരത്തെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാത്രം പറയുന്ന കാര്യമല്ല. അത് അദ്ദേഹം ഈ ചില കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് അസംബ്ലിക്കകത്തും ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊന്നും വേറെ തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞങ്ങൾ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നൊരു മുന്നണിയല്ല ഞങ്ങൾ. കാരണം അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾക്ക് സാധാരണയില്ല. ഞങ്ങൾ പ്രലോഭിപ്പിക്കാനോ പിന്നെ പ്രീണിപ്പിക്കാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആളെ ഇങ്ങോട്ട് കൂട്ടാനോ ഒന്നും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു മുന്നണിയല്ല. എന്നാൽ ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോടും പറഞ്ഞുവെങ്കിൽ അത് ശരിയാവട്ടെ. അതിനെക്കുറിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല. മറ്റേതായിട്ട് കണക്ക് കൂട്ടണ്ട. ഏതെങ്കിലും മുന്നണി വിട്ട് വരുന്നതുമായിട്ട് അതിനെ കണക്ക് കൂട്ടേണ്ടതില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടൊരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവേചനം ഏറ്റുവാങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെയാണ് ഈ 4 വർഷത്തെ ഭരണത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തെ താങ്കൾ ഇപ്പോൾ ഈ 4ാം വർഷത്തെ നോക്കിക്കാണുന്നത്? കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫലപ്രദമായ സഹായം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക എന്നത് ഒരു സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പൊതുവിൽ അംഗീകരിക്കുന്ന മട്ടിലല്ല കേന്ദ്രം നീങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലുണ്ടാക്കിയിട്ടുള്ള ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. നമുക്ക് വേണ്ടത് സംതൃപ്തമായ സംസ്ഥാനങ്ങളാണ്. ആ സംതൃപ്തമായ സംസ്ഥാനങ്ങളെ സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഇടപെടൽ, മുൻകൈ അതെല്ലാം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതാണ്. അതിൽ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ വർഷങ്ങളെടുത്താൽ ആ തരത്തിലൊരു നടപടിയല്ല ഉണ്ടായത് എന്നതാണ് അനുഭവം. അത് ഓരോ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ തുറന്നു പറയേണ്ടത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചിലത് പ്രക്ഷോഭ രൂപത്തിൽ പറയേണ്ടി വന്നപ്പോൾ പ്രക്ഷോഭ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധനം പോലെയുള്ള ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച പ്രക്ഷോഭമാർഗവും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അങ്ങനെയെല്ലാമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. അത് ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. മൊത്തത്തിലെടുത്താൽ ഈ സംസ്ഥാനത്തെ സംതൃപ്തമാക്കുന്നതിനുള്ള നടപടികളിൽ പൂർണ്ണതയുണ്ടായി എന്ന് പറയാനാവില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇനി വരാനുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് അതങ്ങനെ നീട്ടിവെക്കാനോ മറ്റോ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഞാനങ്ങനെ കാണുന്നില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനിയും ധാരാളം മാസങ്ങളുണ്ട്. അതിന് മുൻപ് തന്നെ ഈ കോവിഡ് വ്യാപനത്തിൻ്റെ നില എവിടെയെങ്കിലും എത്താനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. നമുക്കതുമായി ചേർന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തി പോകാനാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ വെച്ചൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, എന്തിനാണിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളിപ്പോൾ പോകുന്നത്? ഞങ്ങൾക്കിപ്പോൾ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ട് എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. ജനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണിപ്പോൾ നമ്മൾ മറ്റ് പ്രഖ്യാപനങ്ങളിലേക്കും സൂചനകളിലേക്കൊക്കെ പോകുന്നത്? അതൊക്കെ അതിൻ്റേതായ ഘട്ടത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് CM കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളിൽ ഏറ്റവും സങ്കീർണമായ ഒന്നായിരുന്നു ശബരിമല വിഷയം. അതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ തോൽവി LDF-ന് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ വിഷയം സജീവമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. CPM തന്നെ എല്ലാ വീടുകൾ കയറിയിറങ്ങി അതുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് വിശദീകരിക്കാനും ശ്രമിച്ചിരുന്നു. അന്ന് CM കൈക്കൊണ്ട നടപടി ശബരിമല വിഷയത്തിൽ കുറച്ച് തിരക്കുള്ളതായി പോയി, അല്ലെങ്കിൽ പിന്നീട് സ്വീകരിച്ച ഒരു നടപടി അത്തരം ഒരു നടപടിയായിരുന്നു തുടക്കത്തിൽ വേണ്ടിയിരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഭാഗമാണ് ഈ ചോദ്യം. കേരളത്തിൽ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു ആ വിഷയം. അത് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണ് സ്ഥിതി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതൊരു വിഷയം അല്ലാതിരിക്കുന്നത്? അപ്പോൾ അത് ബോധപൂർവം ഒരു ഘട്ടത്തിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് വ്യാജമാറ്റ് പെരുകുന്നു, തമിഴ്നാട്ടിൽ നിന്ന് മദ്യം ഇവിടേക്ക് കടത്തുന്നു, മൊബൈൽ ആപ്പിൻ്റെ കാലത്ത് തീരുമാനം ഉണ്ടാവും, അടുത്തെങ്കിലും ഉണ്ടാവും? പെട്ടെന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.